ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൂന്തൽ ഫ്രൈ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. കൂന്തൽ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് വലുപ്പത്തിലുള്ള കൂന്തലല്ല, ഈ ഒരു രീതിയിലുള്ള കൂന്തലാണ് എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ കൂന്തൽ കയ്യിലെടുത്തതിന് ശേഷം ഒരു കൈ ഇതിൻ്റെ തലയുടെ ഭാഗത്തും പിടിക്കുക, മറ്റേ കൈ ഇതിൻ്റെ വാലിൻ്റെ അറ്റത്തും പിടിക്കുക. അതിനുശേഷം തലയുടെ ഭാഗം പിടിച്ചിരിക്കുന്ന ആ കൈ കൊണ്ട് ബലത്തിന് ഇതൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വേസ്റ്റും അതുപോലെ തന്നെ ഈ തലയും എല്ലാം കൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ നിന്ന് മാറ്റം ചെയ്യേണ്ടത് ഇതുപോലെ ഗ്ലാസ് പോലെയുള്ള ഒരു പോർഷനാണ്. ഇതിൻ്റെ എല്ല് അല്ലെങ്കിൽ മുള്ള എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമാണിത്. ഇതും മാറ്റിയതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് കൈവിരലുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയണം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തെ വളരെ നേർത്തതായിട്ടുള്ള ഒരു സ്കിന്നുണ്ട്, അതൊന്ന് നീക്കം ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. കൈവിരലുകൊണ്ട് പതുക്കെ നമുക്കിത് ഇതേ രീതിയിൽ പൊളിച്ച് മാറ്റം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് കൂന്തലെല്ലാം നമുക്ക് കിട്ടും. ഒരെണ്ണം കൂടി ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ തലയുടെ പോർഷൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഇവിടെ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്യും. അതിനുശേഷം ഈ എടുക്കുന്ന ഭാഗമാണ് നമ്മൾ കറിയിലോട്ട് ചേർക്കുന്നതിന് വേണ്ടി എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു പോർഷനുണ്ട്, അത് വേസ്റ്റാണ്. അത് നമുക്ക് ആദ്യമേ തന്നെ മാറ്റണം. അതിനുശേഷം ഇതിൻ്റെ ഈ കാലുകളിലും നമ്മൾ ബോഡിയിലെ ആ ഒരു കട്ടി കുറഞ്ഞ സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നല്ലോ, ആ രീതിയിൽ ഇതിൻ്റെ ഈ കാലുകളിൽ നിന്നും ആ ഒരു ടൈപ്പിലുള്ള സ്കിന്ന് നമ്മൾ മുഴുവനും പൊളിച്ച് കളയണം. പിന്നെ ഇതാ നീളത്തിൽ ഇതുപോലെ 2 പോർഷൻസ് നമുക്ക് കാണാവുന്നതാണ്. അതും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അതും മാറ്റി കളയുക. അതിനുശേഷം ബാക്കി ഈ ക്ലീൻ ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് കറി തയ്യാറാക്കുമ്പോൾ അതിലോട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ കറി തയ്യാറാക്കുമ്പോൾ ഈ ഒരു പോർഷൻ ചേർക്കുന്നില്ല. ഇതുപോലെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രം. അപ്പോൾ നമ്മൾ കൂന്തലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അതിനായിട്ട് നന്നായിട്ട് വെള്ളം മാറ്റി 3-4 പ്രാവശ്യം വെള്ളം മാറ്റി നന്നായിട്ട് കഴുകുക. ഇതിൻ്റെ ഈ ക്യാവിറ്റി പോലുള്ള ഭാഗത്തോട്ടെല്ലാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ റിംഗ് ഷേപ്പിലായിട്ടാണ് ഞാനിത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് മുറിച്ചതിന് ശേഷവും ഞാൻ വീണ്ടും 2-3 പ്രാവശ്യം കൂടി കഴുകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ചതിന് ശേഷം കഴുകുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഞാനിത് വീണ്ടും 2-3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിതിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കൂന്തലിന് നല്ല വേവുണ്ട്, അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. കൂന്തൽ നുറുക്കിയത് ഈ കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1/2 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1/2 സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് കീറിയത്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയുമാണ് ഞാൻ ഈ കുക്കറിലോട്ട് ചേർത്ത് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് വെന്ത് കിട്ടുന്നതിന് വേണ്ടി 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാണ് ഇത് വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടിച്ചതിന് ശേഷം ഇതിനകത്തെ പ്രഷർ മുഴുവനായിട്ടും പോയതിന് ശേഷമാണ് ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് വെന്തോന്ന് നോക്കാം.
ഇതുപോലെ നമ്മളിത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇതുപോലെ മുറിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഈ കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചേരുവകളാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അല്പം പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നടുവേ കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു വലിയ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറി തയ്യാറായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കറിവേപ്പിലയും കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ 6 മിനിറ്റോളം ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചേർത്ത ഈ ക്വാണ്ടിറ്റി അതിൻ്റെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആകുന്നിടം വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൂന്തൽ വെന്ത ആ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. കുക്കറിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 3-4 മിനിറ്റോളം സമയമെടുത്തിട്ടുണ്ട് ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ആ വെള്ളമെല്ലാം ഇപ്പം നന്നായിട്ട് വറ്റിയിട്ടുമുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുവാണ്. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം, സിമ്മിലോട്ടാക്കിയതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവുള്ളൂ. ഇതിലോട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മീറ്റ് മസാലയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാവുന്നതാണ്. ഇന്ന മസാലകൾ മാത്രമേ ഇതിലോട്ട് ചേർക്കാവൂ എന്നൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിനകത്തെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറി കിട്ടണം. 1-1.5 മിനിറ്റ് നേരത്തോളം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറുതീയിൽ തന്നെ വെച്ചാൽ മതി, അതായത് സിമ്മിൽ വെച്ചിരുന്നാൽ മതി. എങ്കിൽ മാത്രമേ മസാലയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിതിവിടെ ചെറുതീയിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഞാനിതിവിടെ 20 മിനിറ്റോളം ചെറുതീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്രൈ ആക്കി എടുക്കാൻ നോക്കിയാൽ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെറുതീയിലിട്ട് കുറച്ച് സമയം എടുത്തതിന് ശേഷം മാത്രമേ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നോക്കാവുള്ളൂ. ഞാൻ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അതിനുശേഷം ഇതിൻ്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം, അതായത് ഈ പാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടി ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതിന് വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കൂടി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിലാണ് ഇത് ഫ്രൈ ആയി കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കഴിക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിതിലോട്ട് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/4 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഷ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം.